നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴയിൽ നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ അനധികൃതമായി വോട്ട് ചോർത്തുന്ന ആരോപിച്ച് CPIM പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 11 മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുക്കുന്ന ഇടുക്കി പ്രസ് ക്ലബ് ടീമിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനും തൊടുപുഴ നഗരസഭയും DTPCയും സംയുക്തമായി സംഘടിപ്പിച്ച ഓണോത്സവ് 2025 ജില്ലാതല സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ഘോഷയാത്ര നടന്നു. തൊടുപുഴ നഗരസഭാ പാർക്കിൽ കുട്ടികൾക്കായി പുതിയ കളി ഉപകരണങ്ങളും റൈഡുകളും സ്ഥാപിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴയിൽ നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തി വീശി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ബാദുഷ, അഖിൽ എന്നിവർക്ക് പരിക്കേറ്റു. വണ്ടി വരാൻ പറഞ്ഞേ വണ്ടി നിർത്തേ അവന് മാത്രമല്ല വിഷമമുള്ളൂ. 8 മാസമുള്ളൂ നിന്റെ കാക്കിയുടെ ആയുസ്. നന്നായിട്ട് നിന്റെ കാക്കി. സമരം സിന്ദാബാദ്. എന്ത് പ്രകോപനമാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ ഉണ്ടാക്കിയത്? നിങ്ങൾ ഈ ചെറുപ്പക്കാരന്റെ തലയടിച്ച് പൊട്ടിക്കുമ്പോ നിങ്ങളുടെ പോലീസിന്റെ പുതിയ നിയമത്തിൽ തന്നെ പറയുന്നത് ഈ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ തലക്ക് ലാത്തി കൊണ്ട് അടിക്കരുത് എന്ന് പറയുമ്പോ നിങ്ങൾ ആ ചെറുപ്പക്കാരുടെ തലയടിച്ച് പൊട്ടിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ തലയിൽ ചോരത്തുള്ളികളായി ഒളിച്ചിറങ്ങി വരുമ്പോ ഞാൻ ഈ തൊടുപുഴയിലെ പോലീസിനോട് പറയുന്നു, നിങ്ങളങ്ങ് ചൊവ്വന്നൂരിലെ പോലീസിന്റെ പണിയാണ് എടുക്കുന്നതെങ്കിൽ ഞങ്ങളുടെ സഹപ്രവർത്തകൻ സുജിത്ത് എന്ന് പറയുന്ന അമ്പലത്തിൽ ഒരു പൂജാരി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അഗ്നിശുദ്ധി വരുത്തിയ ഒരു ചെറുപ്പക്കാരൻ നാട്ടിലെ ഭക്തജനങ്ങളുടെ ആ ഭക്തജനങ്ങൾക്ക് വേണ്ടി അവിടെ പൂജാകർമ്മങ്ങൾ നടത്തുന്ന ആ സുജിത്ത് എന്ന ചെറുപ്പക്കാരനെ നിങ്ങൾ 3 വർഷം മുന്നേ ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദിക്കുമ്പോഴും ഒരു കാര്യം, ഈ നാട് ചിത്രങ്ങൾ ആ വീഡിയോ പുറത്തു വരുമ്പോ പോലീസിന്റെ ഗുണ്ടായിസമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ അനധികൃതമായി വോട്ട് ചേർത്തെന്നാരോപിച്ച് CPIM പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 11 വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും പ്രതിഷേധ ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ധർണാ സമരം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്യും. നിരവധി വ്യക്തികൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. വണ്ണപ്പുറം പഞ്ചായത്തിൽ അന്തിമമായി പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ UDF ഭരണസമിതിയും പഞ്ചായത്ത് സെക്രട്ടറിയും ചേർന്ന് വ്യാപകമായി കള്ളവോട്ട് ചേർത്തിരിക്കുകയാണെന്ന് ആരോപണം.
ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടും UDF ഭരണസമിതിയുടെയും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും ചില ജീവനക്കാരുടെയും നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടും അഴിമതിക്കും എതിരെയുമാണ് CPIM പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 11-ാം തീയതി രാവിലെ 10 മണിക്ക് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും പ്രതിഷേധ ധർണയും നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ധർണാ സമരം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്യും. നിരവധി വ്യക്തികൾ പങ്കെടുക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രവർത്തകർ അറിയിച്ചു. ഇവിടെ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിൽ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വോട്ട് ചേർക്കുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് നീക്കം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേകമായ ഫോറത്തിൽ അപേക്ഷ കൊടുക്കുന്നതടക്കമുള്ള പ്രവർത്തനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഭരണാധികാരി അടക്കം അതിനകത്ത് പറഞ്ഞിട്ടുള്ള നിബന്ധനകളുടെ എല്ലാ അടിസ്ഥാനത്തിൽ വോട്ട് നീക്കം ചെയ്യുന്ന പ്രക്രിയയിലാണ് പ്രധാനമായും ഇവിടെ വലിയ നിലയിൽ ആളുകളെ ഹിയറിങ്ങിൽ പങ്കെടുത്ത ആളുകളെ പോലും നീക്കം ചെയ്തിരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആളുകളെ പുതിയതായി വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ സാധാരണ നിലയിൽ ഒരു വാർഡിലെ സ്ഥിരതാമസക്കാരാണെന്നുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കുക. പക്ഷേ വണ്ണപ്പുറം പഞ്ചായത്തിൽ 10 വർഷം മുമ്പ് വിവാഹം ചെയ്ത് അയച്ചിട്ടുള്ള ആള് നേരത്തെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ നീക്കം ചെയ്തിട്ടുള്ള വോട്ട് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ടുള്ള സ്ഥിതിയാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി PP സുമേഷ്, പഞ്ചായത്ത് സെക്രട്ടറി KG വിനോദ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷിജോ സെബാസ്റ്റ്യൻ, ജഗദമ്മ വിജയൻ, ലോക്കൽ സെക്രട്ടറിമാരായ ജോഷി തോമസ്, ജോമോൻ VJ, അമ്പിളി രവികല തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാന ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുക്കുന്ന ഇടുക്കി പ്രസ് ക്ലബ് ടീമിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ അല്ലസർ ഗ്രൂപ്പ് ഡയറക്ടർ ഡോക്ടർ KM പൈജാസ്, ടീം മാനേജർ ജോർജ് തോമസ്, വൈസ് ക്യാപ്റ്റൻ VV നന്ദു എന്നിവർക്ക് ജേഴ്സി നൽകി പ്രകാശനം നിർവഹിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി, സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സെപ്റ്റംബർ 12, 13, 14 തീയതികളിൽ വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുക്കുന്ന ഇടുക്കി പ്രസ് ക്ലബ് ടീമിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു. അല്ലസർ ഗ്രൂപ്പ് ഡയറക്ടർ ഡോക്ടർ KM പൈജാസ്, ടീം മാനേജർ ജോർജ് തോമസ്, വൈസ് ക്യാപ്റ്റൻ VV നന്ദു എന്നിവർക്ക് ജേഴ്സി നൽകിക്കൊണ്ട് ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. എപ്പോഴും അല്ലസർ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് തൊടുപുഴ പ്രസ് ക്ലബിനും ഇതിൻ്റെ ഓരോ അംഗങ്ങൾക്കും ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ കോളേജിൽ മികച്ച ഡോക്ടർമാർ, മെഡിക്കൽ കോളേജ് അല്ലാതെ മെഡിക്കൽ ഹോസ്പിറ്റലാണ്, ഡെൻ്റൽ ഹോസ്പിറ്റലാണ്. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ട്രീറ്റ്മെൻറ്റ് എന്ത് കാര്യത്തിനും അല്ലസറിൻ്റെ വാതിൽ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അതും പ്രീമിയം ട്രീറ്റ്മെൻറ്റ് പറ്റുന്നത്ര ഞങ്ങൾ സൗജന്യമായിട്ട് നൽകുകയും ചെയ്യും. പിന്നെ അത് ചില കാര്യങ്ങൾ ലാബിൽ കൊടുത്ത് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കോസ്റ്റ് മാത്രമേ എഫക്റ്റ് ചെയ്തുള്ളൂ. ബാക്കി പുറമെ എവിടെ നിന്ന് കിട്ടുന്നേക്കാളും മികച്ചൊരു ട്രീറ്റ്മെൻറ്റ്, ഏറ്റവും പൈസ കുറഞ്ഞ ഡെൻ്റൽ മെഡിക്കൽ, അങ്ങനെ അസുഖങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ, പക്ഷെ വന്ന അല്ലസറിൻ്റെ വാതിൽ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. താങ്ക് യു. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് വിനോദ് കണ്ണോളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി സ്വാഗതം ആശംസിച്ചു. പ്രസ് ക്ലബ് ട്രഷറർ ആൽവിൻ തോമസ്, വൈസ് പ്രസിഡന്റ് PKA ലത്തീഫ്, കമ്മിറ്റി അംഗങ്ങളായ അനീഷ് ടോം, ഷിയാസ് ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. അലസർ ഗ്രൂപ്പ്, ലക്ഷ്മി സിൽസ് കോട്ടയം, സഹ്യ ടി, ഇംപൾസ് മൊബൈൽസ് എന്നിവരാണ് പ്രസ് ക്ലബ് ടീമിന്റെ സ്പോൺസർമാർ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനും തൊടുപുഴ നഗരസഭയും DTPCയും സംയുക്തമായി സംഘടിപ്പിച്ച ഓണോത്സവ് 2025ന്റെ ജില്ലാതല സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ഘോഷയാത്ര നടന്നു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മങ്ങാട്ടുകവലയിൽ സമാപിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ ഘോഷയാത്രയിൽ പൊയ്ക്കാൽ മയിൽ, മാവേലി, കഥകളി തുടങ്ങിയ നിരവധി വേഷവിധാനങ്ങളിൽ കലാകാരന്മാർ അണിനിരന്നു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക്, വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി, വാർഡ് കൗൺസിലർമാരായ PG രാജശേഖരൻ, മുഹമ്മദ് അഫ്സൽ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, ജനറൽ സെക്രട്ടറി CK നവാസ്, അനിൽ പീടകപ്പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു.
സാംസ്കാരിക ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന് പിന്നിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആട്ടക്കാവടിയുടെയും കരകാട്ടത്തിന്റെയും അമ്മൻകുടത്തിന്റെയും നാടൻ കലാരൂപങ്ങളുടെയും ബാൻഡുമേളത്തിന്റെയും നാസിക് ഡോളിന്റെയും ചെണ്ടമേളത്തിന്റെയും എല്ലാം അകമ്പടിയോടെ ഇതാ കടന്നു വരുന്നു. വർണ്ണശബളവും പ്രൗഢഗംഭീരവുമായ സാംസ്കാരിക ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന് പിന്നിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ പട്ടണത്തിൽ ഇന്നേ വരെ ദർശിച്ചിട്ടില്ലാത്ത നയന മനോഹരങ്ങളായ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ഇതാ വർണ്ണശബളവും പ്രൗഢഗംഭീരവുമായ സാംസ്കാരിക ഘോഷയാത്ര കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ സാംസ്കാരിക ഘോഷയാത്ര തൊടുപുഴ പട്ടണത്തിന്റെ രാജവീഥികളിൽ അക്ഷരാർത്ഥത്തിൽ മഴവില്ലിന്റെ മനോഹാരിത പോലെ സപ്തവർണ്ണങ്ങൾ ചാലിച്ചുകൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. തൊടുപുഴയിൽ വാഹനത്തിന് പിന്നിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ പട്ടണത്തിന്റെ രാജവീഥികളെ അക്ഷരാർത്ഥത്തിൽ മഴവില്ലിന്റെ മനോഹാരിത പോലെ സപ്തവർണ്ണങ്ങൾ ചാലിച്ചുകൊണ്ട് സാംസ്കാരിക ഘോഷയാത്ര കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതാ തൊടുപുഴയിൽ ഇന്നേ വരെ ദർശിച്ചിട്ടില്ലാത്ത നയന മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് വർണ്ണശബളവും പ്രൗഢഗംഭീരവുമായ സാംസ്കാരിക ഘോഷയാത്ര കടന്നു വരുന്നു. തൊടുപുഴയുടെ പ്രിയകരനായ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കെ ദീപ്, പ്രിയങ്കരായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ജെസി ആന്റണി, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, മുനിസിപ്പൽ കൗൺസിലർമാർ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ രാജു കറളി, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ ശ്രീകിരവാൾ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ അനിൽ ഓണക്കാലത്ത് കുട്ടികളുടെ മനം കവർന്ന തൊടുപുഴ നഗരസഭ പാർക്കിൽ പുതിയതായി സ്ഥാപിച്ച കുട്ടികളുടെ കളി ഉപകരണങ്ങളും പുതിയ റൈഡുകളും അവധിക്കാലത്ത് പാർക്കിലെത്തിയ കുട്ടികളിൽ ആവേശമുയർത്തി. ഇതിനു പുറമെ അലങ്കാര ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പാർക്കിലെ നവീകരണ പ്രവൃത്തികൾക്കായി നഗരസഭ 10 ലക്ഷം രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ടെന്നും നവീകരണ പ്രവൃത്തി ഉടൻ ടെൻഡർ ചെയ്ത് നടപ്പാക്കുമെന്നും നഗരസഭ അധികൃതർ വ്യക്തമാക്കി.
അവധിക്കാലത്ത് കുട്ടികൾക്ക് ആവേശം പകർന്ന് നഗരസഭ പാർക്ക്. മുനിസിപ്പാലിറ്റിയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാർക്കിൽ പുതിയതായി സ്ഥാപിച്ച കുട്ടികളുടെ കളി ഉപകരണങ്ങളും പുതിയ റൈഡുകളും അവധിക്കാലത്ത് പാർക്കിലെത്തിയ കുട്ടികളിൽ ആവേശമുയർത്തി. കൂടാതെ അലങ്കാര ലൈറ്റുകൾ കൂടി സ്ഥാപിച്ചു. പ്രായഭേദമന്യേ പാർക്കിലെത്തിയ എല്ലാവർക്കും ഇത് കൗതുകമുണർത്തി. അവധിക്കാലത്ത് കുടുംബസമേതം പാർക്കിലെത്തിയവർ അലങ്കാര ലൈറ്റുകൾക്ക് മുമ്പിൽ നിന്ന് വൈകുന്നേരങ്ങളിൽ സെൽഫി എടുത്തും ഓർമ്മകൾ പങ്കുവച്ചു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കനത്ത മഴയെ തുടർന്ന് മരങ്ങൾ വീണതിനെ തുടർന്ന് പാർക്ക് അടച്ചിരുന്നു. മരങ്ങൾ വീണ് പാർക്കിലെ മീൻകുളത്തിന്റെ കൈവരികൾ തകർന്നുപോയത് പുനഃസ്ഥാപിക്കുകയും അപകടകരമായ മരങ്ങൾ നീക്കം ചെയ്തതിനു ശേഷമാണ് നഗരസഭാ പാർക്ക് വീണ്ടും തുറന്നത്. പാർക്കിലെ നവീകരണ പ്രവൃത്തികൾക്കായി നഗരസഭ 10 ലക്ഷം രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ടെന്നും നവീകരണ പ്രവൃത്തി ഉടൻ ടെൻഡർ ചെയ്ത് നടപ്പാക്കുമെന്നും നഗരസഭ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ. ഇടുക്കി ഉടുമ്പൻചോല പഞ്ചായത്തിലെ സൗന്ദര്യവൽക്കരണ പദ്ധതി പാളി. ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് ആരോപണം. ഹരിതചോല എന്ന പേരിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് എങ്ങും എത്താതെ പോയത്. 2019-2020 കാലഘട്ടത്തിലാണ് ഉടുമ്പൻചോലയിൽ ഹരിതചോല എന്ന പേരിൽ സൗന്ദര്യവൽക്കരണ പദ്ധതി ആവിഷ്കരിച്ചത്. പഞ്ചായത്തിലൂടെ കുമളി മൂന്നാർ റോഡ് കടന്നുപോകുന്ന ഭാഗങ്ങളിൽ റോഡിന് ഇരുവശത്തും അരളിച്ചെടികൾ നട്ട് പരിപാലിക്കുക, വിവിധ മേഖലകളിൽ വേസ്റ്റ് ബിന്നുകൾ, തുമ്പൂർ മുഴി മോഡൽ മാലിന്യ സംസ്കരണം തുടങ്ങിയ വിവിധ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ആകെ 20 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. 10,000-ലധികം അരളിത്തൈകൾ വാങ്ങി റോഡിന് ഇരുവശവും നടുകയും ചെയ്തു. എന്നാൽ ഏതാനും ചെടികൾ മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത്. പദ്ധതിയിൽ വൻ അഴിമതി നടന്നിട്ടും അന്വേഷണം നടക്കുന്നില്ല എന്നാണ് ആരോപണം. തുമ്പൂർ മുഴി മോഡലുള്ള ബയോ ബിന്നുകൾ പ്ലാസ്റ്റിക് ബൂത്തുകൾ സ്ഥാപിക്കുന്നതിനും തുക വകയിരുത്തി. പക്ഷേ ഇതൊന്നും നിലവിൽ ആ പ്രദേശങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കൂടാതെ ഈ തൈ മേടിക്കുന്നതിന് വേണ്ടി തൈ തന്നെ 10,100 തൈകളാണ് നിലവിൽ വാങ്ങിയിട്ടുള്ളത്. ആ തൈ മേടിക്കുന്നതിന് 3 ലക്ഷത്തി ചില്ലുവാൻ രൂപയാണ് വകയിരുത്തിയിരുന്നത്. അതിനകത്ത് അതുകൂടാതെ തന്നെ നിലവിലെ ചകിരിച്ചോറ് മേടിക്കുന്നതിനും ടിപ്പർ ഓടുന്നതിനും വെള്ളം ഒഴിക്കുന്നതിനും അതുപോലെ തന്നെ വള്ള വെട്ടുന്നതിനും കട്ടർ മേടിക്കുന്നതിനും എല്ലാം പൈസ വകയിരുത്തി. പക്ഷേ ഇതെല്ലാം ഒരു പാഴ്ചലമായി വന്നിട്ട് നിലവിൽ 20 ലക്ഷം രൂപയുടെ വലിയൊരു ക്രമക്കേട് നടത്തിയിട്ട് യാതൊരു അന്വേഷണവും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നതിനും ചകിരിച്ചോറിനുമൊക്കെയായി പണം വകയിരുത്തിയിരുന്നു. എന്നാൽ പണം നഷ്ടമായതല്ലാതെ സൗന്ദര്യവൽക്കരണം നടപ്പിലായില്ല. ഏഞ്ചൽ ട്രംപറ്റ് എന്ന കോളാമ്പി ചെടികൾ പോലെ ഉടുമ്പൻചോലയുടെ തനത് കാലാവസ്ഥയിൽ വളരുന്ന വിവിധ ഇനം ചെടികൾ മേഖലയിലെ കർഷകർ വേലിയായി പരിപാലിക്കാറുണ്ട്. ഇത്തരം ചെടികൾ സംരക്ഷിച്ച് പാതയോരം മനോഹരമാക്കാം എന്നിരിക്കെയാണ് ഇത്തരം പദ്ധതികളിലൂടെ ലക്ഷങ്ങൾ നഷ്ടമാക്കിയത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. പട്ടയച്ചട്ട ഭേദഗതി സംബന്ധിച്ച് UDF നടത്തുന്ന കുപ്രചരണങ്ങളിൽ ജനങ്ങൾ കുടുങ്ങരുതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു. 1960 ഭൂനിയമത്തിലും 64 ചട്ടങ്ങളിലും ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് നിയമചട്ട ഭേദഗതികൾ നിയമസഭ പാസാക്കിയുണ്ടായി. പാസാക്കിയ നിയമത്തിൽ ഗവർണർ ഒപ്പുവെക്കാതെ വരികയും തുടർന്ന് വലിയ കർഷക പ്രക്ഷോഭം രാജ്ഭവന് മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുകയും ചെയ്തു. നിയമസഭയിൽ നിയമ ഭേദഗതിക്ക് വേണ്ടി എല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്നു ഏകകണ്ഠമായി നിയമം പാസാക്കി. ഏകകണ്ഠമായി നിയമം പാസാക്കിയതിനെതിരായി പാസാക്കാൻ കൂടിയ UDFകാരെ ഇപ്പോൾ കാപട്യ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭയിലായിരുന്നു അവരുടെ ഭേദഗതി നിർദ്ദേശങ്ങളെല്ലാം പറയേണ്ടിയിരുന്നത്. അവിടെ അവർ ഈ ബില്ലിനെ പുകഴ്ത്തുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ അവരും ചില തൽപര കക്ഷികളും ചേർന്നുള്ള അപവാദ പ്രചരണങ്ങൾ വളരെ വിപുലമായ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചില പത്രമാധ്യമങ്ങളുടെ സഹായവും ഇതിനുണ്ട്. അവർ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. 2007 മൂന്നാർ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു കേസ് കേരള ഹൈക്കോടതിയിൽ വന്നിരുന്നു. പിന്നീട് 2010 വന്ന കേസിനെ തുടർന്നാണ് പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നതിന് മറ്റ് പല ഉത്തരവുകൾ ഇറക്കുന്നതിനും ഉള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വന്നത്.
2012 അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന ശ്രീ അടൂർ പ്രകാശ്, ഇന്നിപ്പോൾ അദ്ദേഹം UDFന്റെ കൺവീനർ കൂടിയാണ്, റവന്യൂവിൻ്റെ സ്പെഷ്യൽ പ്ലീഡർ സുശീല ഭട്ട്, രണ്ടുപേരും പറഞ്ഞത് 64 ചട്ടങ്ങൾ നടപ്പാക്കണം, ചട്ടലംഘനം നടത്തി നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു കളയണം എന്നാണ് 2012. അങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ള കോടതി നടപടികൾ അവർ നടപ്പാക്കിയെന്ന് എല്ലാവർക്കും അറിയാം. 60 നിയമവും 64 ചട്ടവും UDFന്റെ വകയാണ്. അത് നടപ്പാക്കാൻ അവർ കോടതിയിൽ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അവർക്കിപ്പോൾ എന്താണ് ഇതൊക്കെ പറയാൻ അവകാശം? അങ്ങനെ ആലോചിക്കണം. 2016 വരെ കേരളം ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്, UDF സർക്കാരാണ്. നിയമത്തിലോ ചട്ടത്തിലോ ഭേദഗതി വരുത്താൻ ആ 5 വർഷക്കാലം എന്തുകൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അവർ പറയണം. വല്ലാത്ത നിയമക്കുരുക്കുകളിലേക്ക് ഇടുക്കിയിലെ ജനങ്ങളെ തള്ളിവിടാൻ അടിസ്ഥാനമായ നിയമനിർമ്മാണവും ചട്ടവുമെല്ലാം അവരുടെ വകയാണ് എന്നുള്ളതും അവർ സമ്മതിക്കണം. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിയമ ഭേദഗതി വരുത്തി, അതിലൂടെ ചട്ടഭേദഗതിയും വരുത്തി. ചട്ടഭേദഗതിയിൽ പറയുന്നത് എന്താ? ലാൻഡ് അസൈൻമെന്റ് പട്ടയങ്ങളിൽ ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ വെച്ചിട്ടുള്ള ഭവനങ്ങൾ അതുമാത്രമേ വെക്കാൻ അവകാശമുള്ളൂ. നിർമ്മാണം അതിനെ ക്രമവൽക്കരിച്ചു കൊടുക്കണം. രാജ്യത്ത് ആര് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും നിലവിലുള്ള നിയമം അതാണ്. ആ നിയമം നടപ്പാക്കുന്ന ജോലിയാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഏത് സർക്കാരിനും ചെയ്യാൻ കഴിയും. അതനുസരിച്ച് ഈ ഭേദഗതികൾ കൊണ്ടുവരാൻ സർക്കാർ നിർബന്ധിതമായത്. അങ്ങനെ നിർബന്ധിതമായപ്പോൾ സർക്കാർ തീരുമാനിച്ചത് എന്താണ്? മുഴുവൻ വീടുകളും എത്രയുണ്ടെങ്കിലും വലിപ്പ വ്യത്യാസമില്ലാതെ ക്രമവൽക്കരിച്ചു കൊടുക്കും. ഒരപേക്ഷാ ഫീസ് മാത്രം വാങ്ങുന്നു. പള്ളികളുടെ സ്ഥലങ്ങളും കെട്ടിടങ്ങളും ആശുപത്രി, സ്വകാര്യ ആശുപത്രിയും സർക്കാർ ആശുപത്രിയും അതുപോലെയുള്ളതെല്ലാം ഫീസ് ഈടാക്കാതെ ക്രമവൽക്കരിച്ചു കൊടുക്കുന്നു. പിന്നീട് 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വാണിജ്യ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും ഫീസ് ഈടാക്കാതെ ക്രമവൽക്കരിച്ചു കൊടുക്കുന്നു. അത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വലിയ നിർമ്മാണങ്ങൾ സംബന്ധിച്ചാണ്. ഒരു കോടതി വിധി നിലനിൽക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കാൻ പാടില്ല എന്ന് വിധിച്ചത് ബഹുമാനപ്പെട്ട ഇന്ത്യൻ സുപ്രീം കോടതിയാണെന്ന കാര്യം മറക്കരുത്. അപ്പോൾ അങ്ങനെ ചെയ്തവരെ ഒരു ചെറിയ ശിക്ഷ നൽകി അവരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് എടുത്ത തീരുമാനം ഇത്ര വലിയ അപരാധമാണോ എന്നവർ പറയണം. UDFുകാർ ഈ കാര്യമൊക്കെ പറയുമ്പോൾ അവരിപ്പോൾ പറയുന്നത് CHR മേഖലയിൽ പട്ടയം കൊടുക്കാൻ കഴിയില്ല. CHR കേസ് എങ്ങനെ ഉണ്ടായത്? ഇടുക്കിയിലെ ജനങ്ങളെ മാത്രമല്ല രാജ്യത്തെ ജനങ്ങളെ പൊതുവിൽ ഉപദ്രവിക്കുന്ന 1980 വനനിയമം ഉണ്ടാക്കിയത് ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ്. ആ കോൺഗ്രസ്സുകാരുണ്ടാക്കിയ വനനിയമത്തിൻ്റെ പേരിലാണ് ഇവിടെ കർഷകർക്കെതിരായി അനവധിയായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് CHR കേസ് സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ വന്ന കേസിനെ സംബന്ധിച്ച് UDF എന്ത് നിലപാടെടുത്തു? ചരിത്രമല്ലേ ഇതൊക്കെ? ഞങ്ങൾ വെറുതെ പറയുന്നതാണോ? ചരിത്രം എന്താണ്? ചരിത്രം ഉമ്മൻചാണ്ടിയുടെയും AK ആന്റണിയുടെയും സർക്കാരിൻ്റെ മുമ്പിൽ
താണ് വീണപേക്ഷിച്ചു. സുപ്രീം കോടതി പല പ്രാവശ്യം നോട്ടീസ് അയച്ചു. കേരളത്തിൽ പല പ്രാവശ്യം അവരെ സൈറ്റ് വെരിഫിക്കേഷന് അമിക്കസ് കൂറി വന്നു. അതിൻ്റെ മുമ്പിൽ ഹാജരായി 15,720 ഏക്കർ ഏലമല പ്രദേശമാണെന്ന് പറയാനുള്ള ചെറിയ മനസാക്ഷി പോലുമില്ലാതെ 2,15,720 ഏക്കർ CHR വനഭൂമി എന്ന് നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് ശങ്കരനാരായണൻ വനം മന്ത്രി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു എന്ന കാര്യവും നിങ്ങൾക്കറിയാവുന്നതാണ്. കേസിൽ കൊടുത്തു, അവിടെ അങ്ങനാണ്. ഇതെല്ലാം ചെയ്ത കോൺഗ്രസ്സുകാർ പറയുക ഇപ്പോൾ CHRൽ പട്ടയം കൊടുക്കാൻ കഴിയില്ല. CHRൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് 15,720 ഏക്കർ. 2007 പറഞ്ഞു, 2018 പറഞ്ഞു, 2024 പറഞ്ഞു. ഈ 3 ഗവൺമെൻറ്റും LDF ഗവൺമെൻറ് ആയിരുന്നു എന്ന കാര്യം ആർക്കറിയാൻ വയ്യാത്തത്? അപ്പോൾ LDF ഗവൺമെൻറ് CHR മേഖലയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രഗത്ഭരായ അഭിഭാഷകരെ തന്നെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കേസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിധി പറയാൻ വെച്ചിരിക്കുകയാണ് കേസ്. ആ കേസിലെ വിധി വരുമ്പോൾ അത് കർഷകർക്ക് അനുകൂലമായിരിക്കുമെന്ന് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ. UDF അങ്ങനെ ചെയ്തില്ല. അവരിപ്പോൾ അതിനെപ്പറ്റിയും ഇങ്ങനെയാണ് പറയുന്നത്. ഇതും അവരുടെ വകയാണ്. അതുകൊണ്ട് ചട്ടഭേദഗതി എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടിയല്ല. ലക്ഷക്കണക്കായി പട്ടയം ലഭിച്ച എല്ലാ പട്ടയ അവകാശികൾക്ക് അവരുടെ ഭൂമിയുടെ പൂർണ്ണമായി അവകാശം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. പിന്നെ പറയുന്നത് നിർമ്മാണ നിരോധനമാണ്. നിർമ്മാണ നിരോധനം ഈ ചട്ടഭേദഗതി വന്നു കഴിഞ്ഞ് നിർമ്മാണ നിരോധനം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവുകളും ചട്ടഭേദഗതികളും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇറക്കുന്നതോടുകൂടി നിർമ്മാണ നിരോധനവും മാറും. അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് എന്ന് ആർക്കെങ്കിലും തർക്കമുണ്ടോ? പറഞ്ഞതെല്ലാം നടപ്പാക്കിയിട്ടില്ലേ? അപ്പം ഇത് നടപ്പാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമ്മുടെ മലയോര പ്രദേശങ്ങളെ സംബന്ധിച്ച് കേരളത്തിലാകെ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ നടത്തിയ കുടിയൊഴിപ്പിക്കലുടെ എണ്ണം പരിശോധിക്കാമോ? 1961 അയ്യപ്പൻകോവിലിൽ നിന്ന് ആയിരക്കണക്കിന് മനുഷ്യരെ കുടിയൊഴിപ്പിച്ചും മർദ്ദിച്ചും പോലീസ് വണ്ടിയിൽ കയറ്റി വളഞ്ഞാങ്കാനത്തും കൊമളിയിലും കൊണ്ടുപോയി തള്ളിയവരാണ്. അതിനെതിരായി മഹാനായ AKGയുടെ നേതൃത്വത്തിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരം സംഘടിപ്പിച്ചു. കോൺഗ്രസ് ഗവൺമെൻറ്റിനെതിരായി കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇടപെട്ടതോടുകൂടിയാണ് കുടിയൊഴിപ്പിക്കൽ അവസാനിച്ചതും ഒഴിപ്പിച്ചവർക്ക് പകരം ഭൂമിയും നഷ്ടപരിഹാരവും വീട് വെക്കാൻ സഹായവും 6 മാസത്തേനുള്ള ഭക്ഷണ സാധനങ്ങളും സംസ്ഥാന സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചത്. ചുരുളി കീരിത്തോട്ടിലെ നിഷ്ഠൂരമായ കുടിയൊഴിപ്പിക്കലും പോലീസ് ലാത്തിചാർജും വെടിവയ്പും ആരും മറന്നുപോയിട്ടില്ല. അതും കോൺഗ്രസിൻ്റെ വകയായിരുന്നു. അവിടെയും കമ്മ്യൂണിസ്റ്റുകാർ സമരവുമായി എത്തി, കമ്മ്യൂണിസ്റ്റുകാരെ അനുകൂലിക്കുന്നവരുമെത്തി. അതിൻ്റെ ഫലമായി അവിടെ ഉള്ളവരെയും കുടിയിരുത്തി, പലർക്കും വേറെ പല സ്ഥലങ്ങളിലും ഭൂമി കൊടുത്തു, അവരെയും സംരക്ഷിച്ചു. 61 മുതൽ 82 വരെ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ 1 ഡസനോളം കുടിയൊഴിപ്പിക്കലുകളാണ് ഈ കേരളത്തിൽ നടത്തിയത്. അതിൽ ഏറ്റവും കൂടുതൽ 8 എണ്ണം നമ്മുടെ ജില്ലയിൽ തന്നെയാണ്. ഈ മണ്ണിൽ ഇവിടുത്തെ കൃഷിക്കാരൻ ജീവിക്കാൻ അവസരവും അവകാശവും ഉണ്ടാക്കിയെടുത്തത് കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ടത്തിൻ്റെ ഫലമായാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നത്, തീർച്ചയായിട്ടും
ഈ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വവും കടമയും ഞങ്ങളാണ് നിർവഹിച്ചിട്ടുള്ളത്. തുടർന്ന് ഞങ്ങളത് ചെയ്യും. പഞ്ചാര വാക്കുകൾ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാട് ഇടതുപക്ഷത്തിനില്ല, വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്കില്ല. ഈ കാര്യത്തിൽ ഏതാനും ചില തൽപര കക്ഷികളുടെ സമ്പന്ന വർഗത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് കുപ്രചരണങ്ങൾ നടത്തി അവരെ ഒരു പരിചയാക്കി പിടിച്ചുകൊണ്ട് സർക്കാരിനെ തോൽപ്പിക്കാനുള്ള യുദ്ധം നടത്താമെന്നാണ് UDF നേതാക്കന്മാർ ധരിച്ചിട്ടുള്ളതെങ്കിൽ പൂർണ്ണമായും ആ ധാരണ തെറ്റാണെന്ന് അവർക്ക് പിന്നീട് മനസ്സിലാകും. ഊരാ കുടുക്കുകളിൽ നിന്ന് ഈ പാവം മനുഷ്യൻ രക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ അതിനെ സഹായിക്കുകയല്ലേ വേണ്ടത്? ചട്ടങ്ങൾ വന്നപ്പോൾ എന്ത് ഭേദഗതി വരുത്തണമെന്ന് ഗവൺമെൻറ്റിന് മുമ്പിൽ പറയുകയും ആ ഭേദഗതിക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നതിന് പകരം ചട്ടങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ സമരവുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് മലയോര കൃഷിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല, പല താല്പര്യങ്ങളോടുകൂടി ഇടുക്കിയുടെ സൗന്ദര്യം വിറ്റ് കാശാക്കാൻ വന്നിരിക്കുന്ന റിസോർട്ട് മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും ഒത്തുചേർന്ന് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത് മനസ്സിലാക്കി ഈ സർക്കാരിൻ്റെ മുമ്പിൽ അടിയുറച്ചു നിൽക്കാനും നമുക്ക് ഓണസമ്മാനമായി കിട്ടിയ ഈ ചട്ടഭേദഗതി നല്ല രൂപത്തിൽ നടപ്പാക്കാനും സഹകരിക്കണമെന്ന് മുഴുവൻ ആളുകളോടും അഖിലേന്ത്യാ കിസാൻ സഭയ്ക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി. തൊടുപുഴ യൂണിറ്റി സോക്കർ ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. പ്രസിഡന്റ് രമേശ് ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമാപന സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് സമ്മാനദാനം നിർവഹിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഓണാഘോഷത്തിൽ പങ്കെടുത്തു. തൊടുപുഴ യൂണിറ്റി സോക്കർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ക്ലബ് അങ്കണത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ചെസ്, ക്യാരംസ്, കസേരകളി തുടങ്ങിയ വിവിധ മത്സരങ്ങൾ നടത്തി. പ്രസിഡന്റ് രമേശ് ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണാഘോഷ പരിപാടികളുടെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നമുക്കറിയാം, യൂണിറ്റി സോക്കർ ക്ലബിൻ്റെ പ്രവർത്തനം വളരെ വർഷങ്ങളായി നമ്മുടെ ഈ മേഖലയിൽ തൊടുപുഴയിൽ അറിയപ്പെടുന്ന നിലയിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും തനതായ പ്രവർത്തന ശൈലിയിലൂടെ ആ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ നയിക്കാനുമൊക്കെ ഒരുപറ്റം ആളുകൾ മുഴുവൻ സമയവും സജ്ജമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പല സ്ഥലങ്ങളിലുമൊക്കെ ക്ലബ്ബുകളുണ്ടെങ്കിലും ഇത്രമാത്രം പങ്കാളിത്തവും ഇത്രമാത്രം വലിയൊരു കൂട്ടായ്മയുള്ള ക്ലബ്ബുകൾ അപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നിരവധി ക്ലബ്ബുകൾ ഉണ്ട്, പക്ഷേ അവിടെയൊക്കെ അതിലൊക്കെ ആരെങ്കിലും ഒരു 3-4 പേര് അല്ലെങ്കിൽ ഒരു 4-5 പേരൊക്കെ അതിന് നേതൃത്വം നൽകാനും അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ആളുകളൊക്കെ ആയി നിൽക്കുമെങ്കിൽ ഇവിടെ ഈ ക്ലബിലെ മുഴുവൻ അംഗങ്ങളും ഈ ഒരു പരിപാടി ഏറ്റെടുത്താൽ അതിൽ തുടക്കം മുതൽ അതിൻ്റെ സമാപനം വരെ വളരെ സജീവമായി അതിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ഏർപ്പെട്ട് അത് വളരെ ഒരു വിജയമാക്കി മാറ്റാറുണ്ട്. സമാപന സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് രമേശ് ചന്ദ്രൻ മുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PA ഷംസുദ്ദീൻ സ്വാഗതം ആശംസിച്ചു. അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ളവരും യൂണിറ്റി സോക്കർ ക്ലബിന്റെ ഓണാഘോഷ പരിപാടികളിൽ സജീവമായി പങ്കാളിത്തം വഹിച്ചത് ശ്രദ്ധേയമായി. ഇനി കസേരകളിൽ കിളിക്കുണ്ടൻ മാമ്പഴമേ, കിളിക്കൊത്താച്ചൻ പഴമേ, കളിച്ചുണ്ടിൽ പുത്തിരി മുത്താച്ചിപ്പീലെന്നെ കാത്തുവച്ചോ. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.
ആത്മീയ ഉണർവ് പകർന്നുകൊണ്ട് 8 ദിവസമായി നടന്നു വന്നിരുന്ന രാജാക്കാട് പഴയവിടുതി സെന്റ് മേരീസ് സുനോറോ യാക്കോബായ സുറിയാനി പള്ളിയിലെ 8 നോമ്പ് ആചരണത്തിനും പരിശുദ്ധ ദൈവമാതാവിന്റെ സുനോറോ വണക്കത്തിനും സുവിശേഷ മഹായോഗത്തിനും സമാപനമായി. സമാപനത്തോടനുബന്ധിച്ച് നിരവധി വിശ്വാസികൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. ഓഗസ്റ്റ് 31 ഇടവക വികാരി ഫാദർ എൽദോസ് ഐസക് മേനോത്തുമാലിയിൽ കൊടിയേറ്റിയതോടെയാണ് 8 നോമ്പ് ആചരണത്തിന് തുടക്കമായത്. 10,000-കണക്കിന് വിശ്വാസികളാണ് ദൈവാലയത്തിലേക്ക് പ്രാർത്ഥനയോടെ എത്തിയത്. 8 ദിവസങ്ങളിലായി ആത്മീയ ഉണർവ് പകർന്നു നൽകിയ 8 നോമ്പിന് സമാപനമായിരിക്കുകയാണ്. പ്രധാന ദിനത്തിൽ ഹൈറേഞ്ച് മേഖല മെത്രാപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ഫാദർ ബാബു ചാത്തനാട്ട്, ഫാദർ എൽദോമോൻ നടപ്പേൽ, ഫാദർ സാജൻ കൊട്ടാരത്തിൽ, ഫാദർ എബിൻ കാരിയേലിൽ എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും പെരുന്നാൾ തിരുക്കർമ്മങ്ങൾ നടന്നു. ലോകത്തിന്റെ രക്ഷകൻ ഭൂമിയിൽ പിറക്കുവാൻ അമ്മ നിമിത്തമായി തീർന്നു. അതുകൊണ്ടാണ് അമ്മയുടെ ജനന പെരുന്നാൾ സഭ ഓർക്കുവാൻ അനുവദിച്ചിരിക്കുന്നത്. വാത്സല്യമുള്ളവരെ, അമ്മ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആർഷഭാരതത്തിലെ മഹർഷിമാർ സഹസ്രനാമ കീർത്തനത്തിൽ കൂടി ഇങ്ങനെ എഴുതി വെച്ചു: കന്യക പിറക്കും, ആ കന്യകയിൽ നിന്ന് ഒരുവൻ ജനിക്കും, അവനാൽ ലോകം രക്ഷ പ്രാപിക്കും എന്നെഴുതിയതിന്റെ കാരണം ഓം കന്യാശുദ്ധായ നമഃ, ഓം ബ്രഹ്മപുത്രായ നമഃ, ഓം പഞ്ചകായകായ നമഃ, ഓം ചശൂരം തരതായ നമഃ. ഇതുപോലെ സഹസ്രനാമത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വാക്കുകൾ നിർത്തുന്നു. ഭാഗ്യവതിയായിരിക്കുന്ന അമ്മയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു: മകനെ പള്ളിയിൽ കൊണ്ടുപോയി ശീലിപ്പിച്ചു. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കളെ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ വിളിച്ച് നിങ്ങൾ ഇരുത്തണം, നിങ്ങളും ഇരിക്കണം. ഇടവക വികാരി ഫാദർ എൽദോസ് മേനോത്തുമാലിൽ, ട്രസ്റ്റി പ്രിൻസ് തോമസ് കന്യാകുഴി, സെക്രട്ടറി എൽദോസ് വർഗീസ്, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പെരുന്നാളിന് നേതൃത്വം നൽകി. കട്ടപ്പന തോവരയാർ നായർ സർവീസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. ഇതിനോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കട്ടപ്പന മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് വിശ്വനാഥൻ നായർ മാടോലിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സന്തോഷ് വേലുച്ചാലിൽ, സർവീസ് സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് MR പ്രസാദ്, മരുതൂർ സെക്രട്ടറി MB ഉണ്ണി മാടപ്പള്ളി, റെജി KK, അനിൽകുമാർ കല്ലേട്ട്, പ്രകാശ് കുന്നേൽ, വനിതാ സംഘം പ്രസിഡന്റ് സുമതി വിശ്വനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വടംവലി ഉൾപ്പെടെ വിവിധ മത്സരങ്ങളും ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തി. പിടിച്ചോ, പിടിക്കുന്ന പിടി. അങ്ങനെ ദൂരെ പോയത് പിടിക്കാൻ പറ്റില്ല. ഇവര് ഡിവൈഎഫ്ഐ പുതുപ്പരിയാരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 10ാമത് ഓണാഘോഷം നടത്തി. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാ കായിക മത്സരങ്ങളും പൊതുയോഗവും ഗാനമേളയും ഉണ്ടായിരുന്നു. നിരവധി വ്യക്തികൾ പരിപാടിയിൽ പങ്കെടുത്തു. കളത്തിൽ പൂക്കള
കോഴിപ്പള്ളി ചെക്ക് ഡാം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം അജിമോൻ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. CK മനോജ് അധ്യക്ഷത വഹിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാ കായിക മത്സരങ്ങൾ നടത്തി. തുടർന്ന് പായസ വിതരണവും ഉണ്ടായിരുന്നു. കോഴിപ്പള്ളി ചെക്ക് ഡാം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം അജിമോൻ പൗലോസ് ഉദ്ഘാടനം നിർവഹിച്ചു. CK മനോജ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ജിജോ പൗലോസ്, സാജു സ്റ്റൈൽ, സലീം അന്തിനാട്ട്, CV പൗലോസ്, KK ശിവൻ, EV പൗലോസ്, ആരോമൽ S, രാജേഷ് VR എന്നിവർ പ്രസംഗിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാ കായിക മത്സരങ്ങൾ നടത്തി. ഉറിയടി, ചാക്കിലോട്ടം, ബോൾ പാസ്, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, മെഴുകുതിരി കത്തിച്ചോട്ടം ഉൾപ്പെടെ വിവിധങ്ങളായ മത്സരങ്ങൾ ആഘോഷങ്ങൾക്ക് ഉണർവേകിക്കൊണ്ട് സംഘടിപ്പിച്ചു. പായസ വിതരണം, ലക്കി കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. ബേസിൽ ജിജോ, വൈശാഖ് KS, ബേസിൽ സാജു, ബേസിൽ വർഗീസ്, അഞ്ജു സാജു, നിഷ ജിജോ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിൽ നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ അനധികൃതമായി വോട്ട് ചോർത്തുന്ന ആരോപിച്ച് CPIM പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 11-ന് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുക്കുന്ന ഇടുക്കി പ്രസ് ക്ലബ് ടീമിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനും തൊടുപുഴ നഗരസഭയും DTPCയും സംയുക്തമായി സംഘടിപ്പിച്ച ഓണോത്സവ് 2025ന്റെ ജില്ലാതല സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ഘോഷയാത്ര നടന്നു. തൊടുപുഴ നഗരസഭാ പാർക്കിൽ കുട്ടികൾക്കായി പുതിയ കളി ഉപകരണങ്ങളും റൈഡുകളും സ്ഥാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.